MLA ഹോസ്റ്റലിൽ ഒരു യുവ MLAയുടെ മുറിയിൽ കൂടിയ യോഗത്തിലാണ് ആക്രമണം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നേതാക്കൾ ഓടി രക്ഷപ്പെടുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ജലപീരങ്കി പ്രയോഗം തുടങ്ങിയതിനു പിന്നാലെ കിട്ടിയ വണ്ടിയിൽ കയറി മുങ്ങി. തങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ആഹ്വാനം നൽകി. പ്രഖ്യാപനം നടത്തി അടിക്കൂ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം പല്ലവി നടത്തി VD സതീശനാണ് ആദ്യം എറണാകുളത്തേക്ക് ട്രെയിനിൽ പോയത്. ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ ശ്വാസം മുട്ടിപ്പോയ സിംഹങ്ങളെ മുന്നിൽ നിർത്തി നവകേരള സദസ്സ് തടയാൻ പോകുന്നത് മണ്ടത്തരമാകുമെന്നും നേതാക്കൾ ഉപദേശിച്ചതോടെയാണ് തുടരാക്രമണം വേണ്ടെന്ന് തീരുമാനത്തിലെത്തിയത്. KPCCയുടെ DGP ഓഫീസ് മാർച്ചിന് മുമ്പ് ഈ മാർച്ചും തിരിച്ചടിയും ഒക്കെ ആഹ്വാനം ചെയ്ത നേതാക്കൾ ആരെല്ലാമായിരുന്നു എന്ന് നോക്കാം. പ്രധാന ആഹ്വാനം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആയിരുന്നു. പിന്നാലെ K സുധാകരൻ, K മുരളീധരൻ എന്നിവരും തങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ആഹ്വാനം നൽകി. 23-ാം തീയതി കാണിക്കാം എന്നൊക്കെ K സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ തലസ്ഥാന നഗരിയിൽ ഇത്രയും വലിയൊരു സമരം ആഹ്വാനം ചെയ്ത ശേഷം നേതാക്കൾ ഓടി രക്ഷപ്പെടുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. നേതാക്കളുടെ വാക്ക് വിശ്വസിച്ച് സമരത്തിന് ഇറങ്ങിയ അണികളാകട്ടെ കണ്ണീർ വാതകത്തിന്റെ എരിവ് അനുഭവിക്കേണ്ടി വന്നു. കുറച്ചുകൂടി കടന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MP മാരായ ശശി തരൂർ, K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ജലപീരങ്കി പ്രയോഗം തുടങ്ങിയതിനു പിന്നാലെ കിട്ടിയ വണ്ടിയിൽ കയറി മുങ്ങി. സമീപത്തെ വീട്ടിലേക്കാണ് ശശി തരൂർ ഓടിക്കയറിയത്. രംഗം ശാന്തമായ ശേഷമാണ് ശശി തരൂർ തിരികെ വന്ന് മാധ്യമങ്ങളെ കണ്ടത്. കൊടിക്കുന്നിൽ സുരേഷ് തിരികെ എത്തിയതും പ്രവർത്തകരെ പോലീസ് പിരിച്ചുവിട്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ്. പോലീസിനെയും CPIM DYFI പ്രവർത്തകരെയും തല്ലണമെന്നും തങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്നീട് പ്രവർത്തകരെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. പകൽ 12:30-യോടെ എറണാകുളത്തേക്കുള്ള ട്രെയിൻ പിടിച്ചു. അക്രമ സമരത്തിന് ആഹ്വാനം ചെയ്യുകയും പ്രസ്താവനയിൽ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്ത സതീശന്റെ രീതിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു. KPCC ഓഫീസിന് സമീപം റോഡ് ഉപരോധിച്ച നേതാക്കൾ പിന്നെയും അണികളെ പ്രകോപിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കാൻ ശ്രമിച്ചു. നേതാക്കളുടെ വാക്കും കേട്ട് ഇമാതിരി സമരത്തിന് ഇറങ്ങിയാൽ ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടാകില്ലെന്ന് ഇതോടെ അണികൾക്ക് പോലും മനസ്സിലായി. പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിന്റെ മറവിൽ അക്രമം അഴിച്ചുവിടാൻ നിർദ്ദേശം നൽകിയത് KPCC പ്രസിഡന്റ് K സുധാകരനെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സുധാകരന് ജൈവിളിയുമായി എത്തി കൂട്ടം കൂടി നിന്നവരാണ് പോലീസിനെ ആക്രമിച്ചത്. സുധാകരൻ പ്രസംഗം തുടങ്ങും വരെ സുധാകരന് ജൈവിളികളുമായി സംഘം വേദിക്കരികിൽ ഉണ്ടായിരുന്നു. സുധാകരൻ പ്രസംഗം അവസാനിപ്പിച്ച് VD സതീശൻ പ്രസംഗം തുടങ്ങിയതോടെ സംഘം കല്ലേറ് തുടങ്ങി. പരമാവധി പ്രകോപനം സൃഷ്ടിച്ചതോടെ സതീശന് പ്രസംഗം തുടക്കത്തിൽ തന്നെ നിർത്തേണ്ടി വന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നീണ്ട നേതൃനിര പ്രസംഗിക്കാൻ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് സുധാകരന്റെ അനുയായികൾ പോലീസിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്. രാവിലെ നടന്ന നേതൃയോഗത്തിൽ അക്രമം അഴിച്ചുവിടേണ്ടതില്ല എന്ന നിലപാടാണ് പൊതുവിൽ സ്വീകരിച്ചത്. K സുധാകരനും VD സതീശനും ഇത് എതിർത്തു. പിന്നാലെ MLA ഹോസ്റ്റലിൽ ഒരു യുവ MLAയുടെ മുറിയിൽ കൂടിയ യോഗത്തിലാണ് ആക്രമണം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. പോലീസ് ആസ്ഥാനത്ത് ആക്രമണം അഴിച്ചുവിട്ട ശേഷം തലസ്ഥാനത്തെ മുഴുവൻ റോഡുകളും ഉപരോധിക്കാനായിരുന്നു നീക്കം. പിന്നീട് കഴക്കൂട്ടത്തെ നവകേരള സദസ്സിലേക്ക് മാർച്ച് നടത്താനും പദ്ധതിയിട്ടു. കഴക്കൂട്ടത്ത് അക്രമം അഴിച്ചുവിട്ട് നവകേരള സദസ്സിന്റെ പ്രയാണം അവിടെ അവസാനിപ്പിക്കണമെന്നായിരുന്നു യുവ MLAയും യൂത്ത് കോൺഗ്രസ് നേതാക്കളും തീരുമാനിച്ചത്. എന്നാൽ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ ശ്വാസം മുട്ടിപ്പോയ സിംഹങ്ങളെ മുന്നിൽ നിർത്തി നവകേരള സദസ്സ് തടയാൻ പോകുന്നത് മണ്ടത്തരമാകുമെന്നും നേതാക്കൾ ഉപദേശിച്ചതോടെയാണ് തുടരാക്രമണം വേണ്ടെന്ന് തീരുമാനത്തിലെത്തിയത്. തങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം നൽകാതെ കലാപത്തിലേക്ക് പോയതിൽ നേതാക്കളും അസ്വസ്ഥരാണ്. പൊതുജന മധ്യത്തിൽ തങ്ങളുടെ വാ മൂടിക്കെട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉദ്ഘാടന പരിപാടി കഴിയും മുമ്പ് പോലീസിനെ ആക്രമിച്ചതെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. ഇതിനിടയിൽ ആക്രമണത്തിന് തിരിച്ചടിക്കുന്നത് കോൺഗ്രസിന്റെ നയമല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമല സന്നിധാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടി തുടങ്ങിയത് CPIM ആണ്. DGP ഓഫീസ് മാർച്ചിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടന്ന ആക്രമണം നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നും ഗവർണറുടെ നടപടിയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇത് സംബന്ധിച്ച
കോൺഗ്രസ് നിലപാട് താൻ പറഞ്ഞിട്ടുണ്ടെന്നും KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും വേണുഗോപാൽ പറഞ്ഞു. തത്വത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് അണികൾക്ക് കുറച്ച് അടി കിട്ടി എന്നത് മാത്രം. പ്രഖ്യാപനമൊക്കെ നടത്തി അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞു. ഒരു ജലപീരങ്കി കണ്ടപ്പോഴേക്കും സുധാകരനും ടീമും ഓടി രക്ഷപ്പെട്ടു എന്ന ആക്ഷേപമാണ് നിലവിൽ നവമാധ്യമങ്ങളിലടക്കം ഉള്ളത്. VD സതീശന്റെ പ്രതികരണം എടുക്കാൻ മാധ്യമപ്രവർത്തകർ ആദ്യം എത്തിയത് KPCC ആസ്ഥാനത്തേക്കായിരുന്നു. എന്നാൽ VD സതീശനെ അവിടെ എങ്ങും കണ്ടില്ല. പിന്നീട് കരുതി K സുധാകരനെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലായിരിക്കും VD സതീശനെന്ന്. അവിടെയും VD സതീശനെ കണ്ടില്ല. അതായത് പ്രഖ്യാപനം നടത്തി അടിക്കൂ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം പല്ലവി നടത്തി VD സതീശനാണ് ആദ്യം എറണാകുളത്തേക്ക് ട്രെയിനിൽ പോയത്. എന്നാൽ ശശി തരൂരും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ KPCC ആസ്ഥാനത്ത് തന്നെ തുടരുകയും മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുകയും ഒക്കെ ചെയ്തു. ഇത്തരത്തിലുള്ള നേതാക്കന്മാരുണ്ടായാൽ അണികൾക്ക് കുറച്ചുകൂടി അടി ഇനി കൂടുതൽ കിട്ടും എന്ന് വേണം മനസ്സിലാക്കാൻ.